ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാൻ വെണ്ടക്ക ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെണ്ടക്ക ഫ്രൈ ആണ്. നമുക്കിതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1/4 കിലോ വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി അല്ലി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളകും. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും സവാളയും പച്ചമുളകും വെണ്ടയ്ക്കയും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഞാനിപ്പോൾ ഒരുമിച്ചാണ് ഇടുന്നത്. നമ്മൾ സവാളയൊന്നും നന്നായിട്ട് വാടി വരാൻ നിൽക്കണ്ട. ഇത് ഒരുമിച്ച് നമുക്കിട്ട് 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.